രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. LDF-ഉം UDF-ഉം വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. UDF-ൽ നിന്ന് M സ്വരാജിന് ക്രോസ് വോട്ടിംഗ് നടന്നുവെന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ LDF-നും UDF-നും നിലമ്പൂർ ഫലം നിർണായകമാണ്. ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്ന് തെളിയിക്കാൻ UDF, മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള വാതിലെന്ന് വിശേഷിപ്പിക്കാൻ LDF, ശക്തി തെളിയിച്ചു എന്ന് ഉറപ്പിക്കാൻ PV അൻവറും. ഇങ്ങനെ രാഷ്ട്രീയ കേരളം സൂക്ഷ്മതയോടെ നോക്കുന്ന ഒട്ടനവധി ചലനങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമുള്ള സാധ്യത തേക്കിന്റെ നാട് ഒളിപ്പിക്കുന്നു. പാലക്കാട് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷമുണ്ടാകുമെന്ന KPCC അധ്യക്ഷൻ. നിലമ്പൂരും UDF ശക്തമായ ഭൂരിപക്ഷത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അതിശക്തമാണ്. വ്യക്തമായ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് LDF-ഉം ഉറപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ വിശ്വാസത്തിന്റെ കാരണം എന്ന് പറഞ്ഞത് ഈ വോട്ടർമാർ നൽകിയിട്ടുള്ള ഒരു സ്വീകാര്യതയാണ്. ക്രോസ് വോട്ട് നടന്നെന്നും UDF-ന്റെ 10,000 വോട്ട് LDF സ്ഥാനാർത്ഥി M സ്വരാജിന് പോയെന്നും PV അൻവറിന്റെ ആരോപണം. N ബ്ലോക്കായിട്ട് എനിക്ക് വരേണ്ട ഒരു 10,000-ഓളം വോട്ടുകൾ സ്വരാജിന്റെ പെട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന കൃത്യമായ വിവരം ലഭ്യമായിരിക്കുകയാണ്. സ്വരാജ് തന്നെയാണ് 2ാം സ്ഥാനത്ത് അക്കോർഡിംഗ് ടു മൈ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം ഷൗക്കത്ത് 3ാം സ്ഥാനത്താണ്. ആദ്യം വഴിക്കടവ് പഞ്ചായത്തിലെ ബൂത്തുകളാണ് എണ്ണുന്നത്. ഇവിടെ ലഭിക്കുന്ന വോട്ടുകളിൽ നിന്ന് തന്നെ ട്രെൻഡ് വ്യക്തമാകും. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടവും അറിയിച്ചു. വളരെ സ്മൂത്തായി തന്നെ കൗണ്ടിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി യാതൊരു സംശയത്തിനും ഇടവില്ലാതെ വേണ്ടി ഏറ്റവും സുതാര്യമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടീം 24 നിലമ്പൂർ. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിന്റെ മനസ്സിലെന്ത് കാണാം. വോട്ടർമാരുടെ പ്രതികരണം. നമ്മള് ഇവിടെ ബാപ്പുട്ടി എന്ന് പറഞ്ഞാൽ ആലം ഷൗക്കത്ത്. ബാപ്പുട്ടി ഞങ്ങൾ സ്നേഹത്തോടെ നിലമ്പൂരിൽ എടുക്കുന്ന പേരാണ് ബാപ്പുട്ടി എന്നുള്ളത്. ആലം ഷൗക്കത്ത് ജയിക്കും. അത്യാവശ്യം നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. എന്തായാലും 10 മുതൽ 20,000 വരെ വോട്ടിന് ജയിക്കാനുള്ള സാധ്യത. ഷൗക്കത്ത് ജയിക്കും. എന്റെ വിശ്വാസം ഷൗക്കത്ത് ജയിക്കുന്നതാണ്. പ്രതീക്ഷ ബാപ്പുട്ടി ജയിക്കും. ഇടതുദിവസം ജയിക്കും. ഓ 2,000 വോട്ടിനൊക്കെ സ്വരാജ് ഒരു 8-10 ഭൂരിപക്ഷത്തിൽ ജയിക്കും. എത്ര വോട്ടിന് പറഞ്ഞാലൊന്നും പറയാൻ പറ്റില്ല. സ്വരാജ് ജയിക്കും. ഇത്രയും ഞങ്ങൾ പറയാനുള്ളൂ. സ്വരാജ് ഷുവറല്ലേ? എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള നമ്മളെ വികസനം തന്നെയാണ്. ഇവിടെ നല്ലൊരു പ്രകടനം UDF-ന് കാഴ്ചവെക്കാം. അത്രേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ.